എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 31, 32, 33, 34, 35 5 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ആ കുഞ്ഞിക്കാലം കൊണ്ടുള്ള ആ ചവിട്ടേറ്റ് കാളിയൻ തളർന്ന അവശനായി. ഓരോ പണം വെക്കുമ്പോഴും ആ പണത്തിൽ അഹങ്കാരത്തിന്റെ പണങ്ങൾ അല്ലെ, ആ പണത്തിൽ മുഴുവനും ചവിട്ടി അഹങ്കാരത്തെ മുഴുവൻ ചവിട്ടി ചവിട്ടി താഴ്ത്തി ഭഗവാൻ. കാണുന്നവർക്ക് പറയണു മനോഹര നൃത്തം. എന്തൊരു അത്ഭുത ബാലനാല്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തമത്ഭുതം ബാലകം അംബുജേക്ഷണം. അത്രയും അത്ഭുതങ്ങളാണ് ഭഗവാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ലീലകള് അത്ഭുതം അത്ഭുതം. കാളയൻ മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. മതിയായി, എല്ലാ അഹങ്കാരവും തീർന്നു. മനസ്സുകൊണ്ട് അവൻ ശരണം പ്രാപിച്ചു എന്ന് മനസ്സിലായ ഉടനെ, പറഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ഭഗവാൻ അപ്പോഴേക്ക് നിർത്തി, നർത്തനം നിർത്തി, ചവിട്ട് അവിടെ അവസാനിപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ അമ്മ അച്ഛനെയും ആ ഗോപന്മാരെയൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. കൃഷ്ണസ്യ ഗർഭജഗതോധിഭരാവസന്നം പാർഷ്ണിപ്രകാര പരിരുഗ്ണഫണാദപത്രം ദൃഷ്ട്വാ ഹിമാദ്യമുപസേതു അമുഷ്യപത്ന്യ ആർത്താ ശ്ലഥത്വസനഭൂഷണ കേശബന്ധ. മനസ്സുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു കാളിയൻ എന്നറിഞ്ഞപ്പോ ഭഗവാൻ നർത്തനം നിർത്തി. അവന്റെ പടങ്ങളില് പ്രസന്നമുഖനായി അങ്ങനെ നിന്നു. അപ്പൊ സമാധാനായി. ഭാര്യമാര് എന്താ, അവര് വല്ലാത്ത വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കൊല്ലു ഈശ്വര, ഇപ്പൊ അങ്ങോട്ട് ചെല്ലാനും നിർത്തിയില്ല. അതുപോലെ ഭഗവാൻ അങ്ങനെ ചവിട്ടി അവല്ലേ. മുഖത്ത് ആ പുഞ്ചിരി കണ്ടപ്പോ അവന്റെ ഭാര്യമാര് വേഗം ഓടി ഭഗവാന്റെ അടുത്ത് ചെന്ന്, രക്ഷിക്കണേ ഞങ്ങളുടെ ഭർത്താവിനെ എന്ന് പറയണു. അത് 2 ശ്ലോകം കൊണ്ട് പറയണം. അഖില ലോകങ്ങളെയും ഉള്ളിൽ അടക്കിയിരിക്കുന്ന ഭഗവാന്റെ കാലടികൾ കൊണ്ടുള്ള ആ താണ്ഡവ നിമിത്തം പടങ്ങളെല്ലാം തകർന്നു കാളിയന്റെ. അങ്ങനെ അതിഭാരം സഹിക്ക വയ്യാതെ, എത്ര ഭാരം, 7 വയസ്സായ ഉണ്ണിക്ക് എത്ര ഭാരമുണ്ട്. പക്ഷെ കാളിയനെങ്ങനെ അതൊരു മല തലയിൽ നിന്നിട്ട് ഇങ്ങനെ ണത് മാതിരിയാ തോന്നണത്. അവരുടെ ഭർത്താവ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത ദുഃഖം തോന്നി ഭാര്യമാർക്ക്. ഒരു നല്ല സ്വഭാവമുള്ള സ്ത്രീകളാ, ഭർത്താവിന് നല്ല സ്നേഹം, എന്നാ ഭഗവാനോട് നല്ല ഭക്തി. വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞ് തലമുടിക്കെട്ട് ആഭരണങ്ങളൊക്കെ അഴിഞ്ഞു പോയിട്ട് അങ്ങനെ വല്ലാത്ത ദുഃഖിച്ചിരിക്കണത് ആ ഭാര്യമാര്, കാളിയ പത്നിമാര്. സകല ചരാചരങ്ങളുടെയും ആദി കാരണമായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് വന്നു നിന്നു. എന്നിട്ട് പറയണു, താസ്തം സുവിഘ്ന മനസോധ പുരസ്കൃതാർഭാ കായം നിധായ ഭുവി ഭൂതപതിം പ്രണേമു സാധ്വകൃതാഞ്ജലിപുടാ ശമലസ്യ ഭർത്തു മോക്ഷേപ്സവ ശരണദം ശരണം പ്രപന്ന. ആ ഭർത്താവിന്റെ ക്ഷീണം കൊണ്ട് തളർന്നിങ്ങനെ ആ മുഖം കണ്ടപ്പോ, നീ ശരീരം അത് ഒന്നും മിണ്ടാൻ വയ്യ, അങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുക കാളിയൻ. ഇപ്പൊ മരിച്ചു പോവോ ഈശ്വര ഞങ്ങളുടെ ഭർത്താവ് എന്നുള്ള ആ ഭയം നിമിത്തം വല്ലാത്ത വിഷമായി അവർക്ക്. സർവപ്രാണികളുടെയും രക്ഷകനായിരിക്കുന്ന ഭഗവാന്റെ മനസ്സിൽ കരുണ ജനിക്കണേ, അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, കുട്ടികളെ, ആ കാളിയന്റെ കുട്ടികളെ മുമ്പിലാണ് നിർത്തി, കൊച്ചു നാഗന്മാരെ. എന്നിട്ട് ആ ഹൃദാന്തർഭാഗത്തിലുള്ള ഭൂമിയില്, അതിന്റെ നടുക്കുള്ള ഭൂമിയില് അങ്ങനെ ഒരു ദ്വീപ് പോലെ ഉണ്ട്. അവിടെ അങ്ങനെ നിന്നുകൊണ്ട് ആ ഭൂമിയിലേക്ക് ഇങ്ങനെ ചാരി നിന്നുകൊണ്ട്, നാഗങ്ങളല്ലേ തലയൊക്കെ അങ്ങനെ വെച്ചുകൊണ്ട് അവര് സർവേശ്വരനെ നമസ്കരിച്ചു. ഭഗവാന്റെ അവരുടെ പടങ്ങൾ കൊണ്ട് നാഗപത്നിമാര് ഭഗവാനെ അങ്ങനെ നമസ്കരിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കരപുടങ്ങൾ ശിരസിൽ വെച്ച് അഞ്ജലി ചെയ്തു. ഭഗവാന്റെ നേരെ
ഘോരകർമ്മം കാട്ടിയ പാപിയായ തങ്ങളുടെ ഭർത്താവിന്റെ അപരാധം ക്ഷമിച്ച് സംഹരിക്കാതെ കൊല്ലരുതേ കൊല്ലരുതേ, ഞങ്ങൾക്കായി വിട്ടുതരണേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ശരണാഗതരെ രക്ഷിക്കുന്ന കരുണാനിധിയായ ഭഗവാനെ തന്നെ ഒരു ശരണം പ്രാപിച്ചു. അവര് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭക്തകളാണ്. അത്രയും ഭക്തിയുണ്ട് അവർക്ക് ഭഗവാനില്. എന്നാലോ ഭർത്താവില് അതിസ്നേഹമുള്ളവരുമാണ്. ഭർത്താവിന്റെ പ്രാണരക്ഷത്തേക്കാൾ പതിവ്രതകൾക്ക് ആഗ്രഹിക്കത്തക്കതായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഓരോ പതിവ്രതയും സ്ത്രീയും ആഗ്രഹിക്കുന്നത് ഭർത്താവിന് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കണം എന്നാണ് പതിവ്രതമാര് പ്രാർത്ഥിക്കുക. നാഗപത്നിമാരുടെ പ്രാർത്ഥന 2 ശ്ലോകങ്ങൾ കൊണ്ട് പറയണു. നാഗപത്ന്യൂചു ന്യായോ ഹി ദണ്ഡ കൃതകിൽബിഷേസ്മിൻ തവാവതാര ഖലനിഗ്രഹായ വിഭോ സുതാനാമപി തുല്യദൃഷ്ടേ ധൽസേദമം ഫലമേവാനുശംസൻ. സുന്ദരമായിട്ടുള്ള സ്തുതിയാണ്. എന്നാ നല്ല വിവേകമുണ്ട് അവർക്ക്. അർത്ഥവത്തായിട്ടുള്ള ഒരു സ്തുതി. കുപിതനായ ഒരാളോട് വല്ലതും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആദ്യമായിട്ട് കോപം ശമിപ്പിക്കണം അല്ലെ? അതുകൊണ്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അതിനുശേഷം വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ അല്ലെങ്കിൽ പ്രാർത്ഥന നിഷ്ഫലമായിട്ട് വരും. ഈ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോ അതൊന്നും ചെവിയിൽ കേൾക്കുന്നില്ല അല്ലെ? അതൊന്നും കേട്ടുന്ന് വരില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരത് മനസ്സിലാക്കിയത് അവര് ആലോചിച്ചു പറഞ്ഞു. ആദ്യമായിട്ട് ഭഗവാൻ കാളിയനെ ചെയ്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയണം. ഇത് നമ്മൾക്കുള്ള 6 ശ്ലോകങ്ങൾ കൊണ്ടാണ് അവരുടെ സ്തുതി. അങ്ങ് ഞങ്ങളുടെ ഭർത്താവിനോട് ചെയ്ത ഈ ദണ്ഡം അത്രയും ഉചിതം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അത്രയും അപരാധം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. യമുനാ നദിയിലും വൃന്ദാവനത്തിലും വസിക്കുന്ന ഈ പ്രാണിവർഗത്തെ ഉപദ്രവിക്കുക മാത്രമല്ല ചെയ്തത് ഭഗവാനെ. അവിടുത്തെ പോലെ ലോകവന്ദനായ സർവ്വലോകവന്ദനായ ഭഗവാനെ കൂടി കടിക്കുകയും ദേഹത്തിൽ ചുറ്റുമൊക്കെ ചെയ്തില്ലേ? ഇത്രയും അപരാധം ചെയ്താ പിന്നെ ഇങ്ങനെ ദണ്ഡം കൊടുക്കാതെ എന്ത് ചെയ്യണം? അത് വേണം പറയണം. പ്രാണിവർഗത്തെ ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ ശാസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നതും ദുഷ്ടനിഗ്രഹ പ്രവൃത്തി തന്നെ ശിഷ്ടാനുഗ്രഹ രൂപമായി ഭവിക്കുന്നതുമാണല്ലോ. അതാണ് പറയണത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത് അത് ശിഷ്ടന്മാരെ നല്ല ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കൂലോ. ഉപദ്രവകാരികളെ വധിക്കുക എന്നുള്ളതല്ലേ അങ്ങ് ചെയ്തു. അതിനു വേണ്ടിയിട്ടല്ലേ അങ്ങയുടെ അവതാരം. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ചിലർക്കൊക്കെ അവിടുത്തോട് സ്നേഹം, ചിലർക്കൊക്കെ ദേഷ്യവും ആയിരിക്കും. അതുകൊണ്ട് അതൊന്നും പറയണതിൽ യാതൊരു അർത്ഥമില്ല എന്ന് പറയാം. അടിയങ്ങൾക്ക് അതറിയാന്ന് പറയണ അവര്. എന്തുകൊണ്ടെന്നാ ഭഗവാനെ അവിടുന്ന് ശത്രുവിന്റെയും സ്വപുത്രന്മാരുടെയും പേരിൽ ഒരുപോലെ ഹിതചിന്ത മാത്രം ചെയ്യുന്നവനാണ്. അങ്ങക്ക് ശത്രുവെന്നോ മിത്രമെന്നോ അങ്ങനെ വേറെ ചിന്തയൊന്നുമില്ല. എന്താണ് അങ്ങയില് വിഷമഭാവം ഒരിക്കലുമില്ല. എന്നാൽ ചിലരെ ശാസിക്കാനും ചിലരെ അനുഗ്രഹിക്കാനും എന്താ കാരണം? ചിലരെയൊക്കെ അനുഗ്രഹിക്കണു, ചിലരെയൊക്കെ ശാസിക്കണു. അത് ശരിയാണോ എന്നൊന്ന് ചോദിക്കണം. അതിലർത്ഥമില്ല പറയാണ്. ഫലത്തെ ഉദ്ദേശിച്ചു മാത്രമാണ് ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ജനദ്രോഹ നിമിത്തം പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് തടസ്സം വരുത്തുന്ന പാപത്തെ തീർത്ത് ഖലന്മാരുടെയും കൂടി അന്ധകരണത്തെ പരിശുദ്ധമാക്കി അവർക്കും ശ്രേയസ് നൽകാൻ വേണ്ടി അവിടുന്ന് ഖലന്മാരെ ശാസിക്കുന്നു. അതുകൊണ്ട് ശാസനയും ഖലന്മാരിൽ അനുഗ്രഹമായിട്ട് തന്നെ പരിണമിക്കുന്നു എന്നൊക്കെ അവര് വിവേകപൂർവ്വം ചിന്തിച്ച് പറയുന്നു. അതുകൊണ്ട് കുറ്റം ചെയ്ത ഇവനെ ശിക്ഷിച്ചത് വളരെ ഉചിതമായി. ഇത്രയും കടുത്ത അപരാധം ചെയ്ത അദ്ദേഹത്തെ ശിക്ഷിക്കുക തന്നെ വേണം. ഉചിതം തന്നെയാണ് അങ്ങ് ചെയ്തത് എന്ന് പറയും. അനുഗ്രഹോയം ഭവതകൃതോ ഹിനോ ദണ്ഡോ സദാം തേ ഖലു കൽമഷാപഹ യദ്ദന്തശൂകത്വമമുഷ്യദേഹിന ക്രോധോപിതേ അനുഗ്രഹയേവ സമ്മത. നിഗ്രഹിക്കുന്നതും അനുഗ്രഹിക്കാനായിട്ടാണെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ? ഇത് നിഗ്രഹമല്ല, അനുഗ്രഹം തന്നെയാണെന്ന് ഇതുകൊണ്ട് ഇപ്പൊ പറയണം ഈ ശ്ലോകത്തില്. എന്തിനു വേണ്ടി? ദണ്ഡരൂപമായിരിക്കുന്ന അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ചെയ്തത്. ഞങ്ങൾക്കെന്നാണ് അവര് പറഞ്ഞത്. എന്താ? ഭാര്യയും ഭർത്താവൊക്കെ ഒന്ന് തന്നെയല്ലേ? അത് അങ്ങനെയുള്ള അഭിമാനം നിർത്തവര് ഞങ്ങളെന്ന് പറയും. ശരിക്കും കാളിയനല്ലേ ദണ്ഡിപ്പിച്ചത്. പക്ഷെ അവര് പറയണു ഞങ്ങളെ
ഞങ്ങൾക്ക് ഇത് അങ്ങ് ദണ്ഡരൂപമായിരിക്കുന്ന അനുഗ്രഹമാണ് അങ്ങ് ചെയ്തതെന്ന്. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടി ചെയ്യുന്ന ദണ്ഡം തന്നെയാണ് നിശ്ചയമായിട്ടും അസത്തുക്കളുടെ സർവ്വദോഷങ്ങളെയും തീർക്കുന്നത്. അതുകൊണ്ട് അത് നിമിത്താണ് അങ്ങയാൽ ഹനിക്കപ്പെട്ടവരെല്ലാം പാപനിർമുക്തരായി സ്വർഗത്തിൽ ചെന്ന് സന്തോഷമായിട്ടിരിക്കണം. അങ്ങ് വധിച്ചവരെല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കണം അല്ലെ, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ എല്ലാ ദോഷങ്ങളെയും അങ്ങ് തീർത്തു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയല്ലേ അങ്ങ് ചെയ്തത്. ഇവന് പാപമുണ്ടോ എന്ന് സംശയിക്കാൻ അവകാശമില്ല. പാപമുള്ളവൻ തന്നെ എന്ന് ഇവന്റെ ദേഹം തന്നെ പറയണുണ്ടല്ലോ. അനേകവിധം ശരീരങ്ങൾ ഉള്ളതിൽ വെച്ച് സർപ്പ ശരീരമാണ് ഇവന് സിദ്ധിച്ചത്. ഇവൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഈ സർപ്പ ശരീരം ലഭിച്ചത്. ഇപ്പോ തൃപ്പാദ പത്മങ്ങൾ അവന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാൻ കാരണമായത് ഭഗവാനെ അവിടുത്തെ ക്രോധമാണെന്ന് വരികിൽ ആ ക്രോധത്തെ അനുഗ്രഹമായിട്ട് മാത്രമേ ഞങ്ങൾ കരുതണുള്ളൂ. തപസ്സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോധവാ സർവജനാനുകമ്പയാ യതോ ഭവാൻ തുഷ്യതി സർവജീവ. ഇവന്റെ ശിരസിലെ ഭഗവാനെ അവിടുന്ന് കാൽ വെച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് ഇവൻ പൂർവജന്മത്തിൽ എന്തോ സുകൃതം ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയാണ്. എന്നുവെച്ചാൽ ഈ ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ചും തന്നെക്കാൾ മീതെ ഒരു ഈശ്വരനുണ്ടെന്നുള്ള നിശ്ചയത്തോടു കൂടി ആ ഈശ്വരനെ സൽക്കരിച്ചും ഇന്ദ്രിയങ്ങളെ അടക്കിയും കൊണ്ട് ഇവൻ എന്തെങ്കിലും തപസ്, കഠിനമായ തപസ് ഈ മുജ്ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. മുജ്ജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ് അങ്ങയുടെ ഈ പാദസ്പർശം അവന്റെ ശിരസിൽ ലഭിക്കാൻ അവന് സാധിച്ചത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് അവര് പറയുന്നു. ഒരു പ്രാണികളെ ഉപദ്രവിക്കാതെ സകല പ്രാണികൾക്കും ഹിതം മാത്രം ചെയ്യണം എന്നുള്ള വിചാരത്തോടു കൂടി അഹിംസ അഭ്യസിച്ചുകൊണ്ട് ഏതുവിധമായിരിക്കുന്ന ധർമ്മം ഇവൻ പൂർവ്വജന്മത്തിൽ അനുഷ്ഠിച്ചുവോ ഞങ്ങൾക്ക് അത് മനസ്സിലാവണില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അത് ഞങ്ങൾക്ക് അറിയില്ല. തപസ്സുകൊണ്ടും ധർമ്മം കൊണ്ടും മാത്രമേ സർവ്വജീവസ്വരൂപനായ ഭഗവാൻ പ്രസാദിക്കുള്ളൂ. ഭഗവാനെ അവിടുന്ന് ഇവനിൽ പ്രസാദിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാഗ്യം ഇവനെ സിദ്ധിക്കാൻ അവകാശമുണ്ടോ? അപ്പോ ഈ ജന്മത്തിൽ ഇത്ര മഹാപുണ്യകർമ്മമൊന്നും ഇവൻ ചെയ്തിട്ടില്ലേ ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ തപസ്സും ധർമ്മവും ചെയ്തിരിക്കും എന്ന് ഞങ്ങൾ ഊഹിക്കണം. എന്താണ് അവര് പറഞ്ഞതിന്റെ അർത്ഥം? ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനചിൽ സർവേന്ദ്രിയോപശാന്ത്യാ തുഷ്യത്യാശു ജനാർദ്ദന. സർവഭൂത ദയ കൊണ്ടും എതിർച്ഛാലാഭ സന്തോഷം കൊണ്ടും ഇന്ദ്രിയങ്ങളെ അടക്കുന്നത് കൊണ്ടും ഭഗവാൻ ജനാർദ്ദൻ സന്തോഷിക്കുമെന്ന് ആ നാരദൻ പറഞ്ഞതിന്റെ സാരം ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.